എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ നിയമങ്ങളും ചട്ടങ്ങളും ഹൃദയവേദനയോടെ നമ്മുടെ മുമ്പിൽ ഒരു പരാതിയുമായി എത്തിച്ചേരുന്ന മനുഷ്യനെ പേടിപ്പിക്കാൻ ചെകുത്താനെ കുരിശു കാണിച്ചു പേടിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കേണ്ട ഒന്നല്ല. നിയമങ്ങളും ചട്ടങ്ങളും കുരിശുപോലെ നാം ഉയർത്തിപ്പിടിച്ച് ആളുകളെ പേടിപ്പിക്കാനുള്ള ഒന്നല്ലെന്നും അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനത്തിന്റെ വഴിത്താരകളെ സുഗമമാക്കാനുള്ള ഒരു നിർദ്ദേശക തത്വം മാത്രമാണെന്നും സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടായ ഒരു ചട്ടമോ നിയമമോ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി സാധാരണക്കാരുടെ മുമ്പിലേക്ക് വികസനത്തിന്റെ നദി തടസ്സമില്ലാതെ വിധം ഒഴുക്കാൻ സജ്ജമായൊരു സർക്കാരാണിതെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അവസാനമായി ഒറ്റവാചകം. കേരളത്തിന്റെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പുതിയ തസ്തികകൾ രൂപപ്പെടുത്തിക്കൊണ്ട് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഇടപെടലുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ എല്ലാം സർക്കാരിന്റെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. എന്നാൽ സർക്കാർ നടത്തിവരുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ സ്വാദ് നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കണം എന്നാണ് ലക്ഷ്യം വെക്കുന്നത്. ചുവന്ന നാടയിൽ കുരുങ്ങുക എന്ന പഴയ പ്രയോഗത്തിൽ കുടുങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന നിയോഗമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. കേരളത്തിലെ എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി മാറുകയാണ്. ഇത്തരം ചുവന്ന നാടകളിൽ കുടുങ്ങി നിൽക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അദാലത്തുകൾ വഴി മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, സബ് കളക്ടർ അഖിൽ V മേനോൻ, ADM K മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓൺലൈൻ വഴി ലഭിച്ച 400ഓളം പരാതികളും അദാലത്തിൽ നേരിട്ടെത്തി സമർപ്പിച്ചു. 100ഓളം പരാതികളും അദാലത്തിൽ തീർപ്പാക്കി. അതിർത്തി നിർണ്ണയിക്കൽ, വഴി തടസ്സപ്പെടുത്തൽ തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങളും കെട്ടിട നമ്പർ, നികുതി, ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള റേഷൻ കാർഡ് എന്നിവയാണ് അദാലത്തിൽ പ്രധാനമായി ലഭിച്ച പരാതികൾ.